നോളൻ്റെ ഒഡീസി ഇറങ്ങി കഴിഞ്ഞപ്പോൾ പലർക്കും പല അഭിപ്രായങ്ങളാണ്. ആക്ച്വലി അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഓരോരുത്തരുടെ വ്യക്തി താല്പര്യങ്ങളാണ്. വ്യക്തിപരമായിട്ട് ഓരോരുത്തർക്ക് ഇഷ്ടപ്പെടുന്ന പോലെയാണ്. ചിലത് എക്സ്പെക്റ്റ് ചെയ്ത് പോയിട്ടുണ്ടാവും. ചിലപ്പോൾ അത് കിട്ടിയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഉദ്ദേശിച്ച പോലെ ആയിരിക്കില്ല വന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സാധനമായിരിക്കില്ല കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും. എല്ലാവരും തൃപ്തിപ്പെടുത്തുന്ന ഒരു സാധനമല്ല. ഇപ്പോൾ കുറച്ച് പേർക്ക് സിനിമ ഇഷ്ടമായി എന്ന് കരുതി വേറെ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അത് പറയാൻ പേടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അത് നമ്മുടെ ഇഷ്ടമാണ്. നമ്മുടെ പേഴ്സണൽ ടേക്കാണ്. ഒരു സാധനമുണ്ട്, ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. അതിൻ്റെ പേഴ്സണൽ റിവ്യൂ അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട്. സോ നമുക്കത് എങ്ങനെ വേണമെങ്കിലും പറയാം. പക്ഷേ കുറച്ച് ആൾക്കാർക്ക് ഞാൻ കേട്ടതനുസരിച്ച് ഈ ഈ സാധനം നമ്മൾ വേറെ ഒരു ഐറ്റാണെന്ന് പ്രതീക്ഷിച്ച് പോയിട്ട് കിട്ടുന്ന ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ കുറേ പേർക്ക് ഉണ്ടെന്നൊക്കെ ഇപ്പോൾ കേട്ടു. അതിനെ പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ എന്താണ് നോളൻ ഉദ്ദേശിച്ചത് എന്നത് മാത്രമാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിലൂടെ ഞാൻ കണ്ട ഒഡീസി എന്താണ്, എനിക്ക് എന്തുകൊണ്ടാണ് സിനിമ ഇഷ്ടപ്പെട്ടത്, എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സാധനം ഇങ്ങനെ ആക്കിയപ്പോൾ അത് കുറേ കൂടി ആസ്വാദനത്തെ ഇൻക്രീസ് ചെയ്യിപ്പിച്ചത് എന്നതിനെ പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോ. സോ ഇതൊരു ജസ്റ്റിഫിക്കേഷനോ അല്ലെങ്കിൽ ഒരു ഡിബേറ്റ് സംഭവമൊന്നുമല്ല. എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പറയുന്നത് മാത്രമേ ഉള്ളൂ. അതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. സോ ഈ പടത്തിൻ്റെ മെയിൻ പരിപാടി തന്നെ ഇതൊരു നോളൻ പടമാണ്. ഒരു നോർമൽ നമ്മൾ കാണുന്ന ഒരു ഫാൻറ്റസി അഡ്വഞ്ചർ മൂവി അല്ല. നമ്മളിപ്പോൾ ഒരു നോളൻ പടത്തിന് പോകുമ്പോൾ നമ്മൾ മൈൻഡിൽ വയ്ക്കുന്ന കുറച്ച് പരിപാടികളുണ്ടല്ലോ. ക്രിസ്റ്റഫർ നോളൻ ആദ്യമായിട്ടല്ല ഒരു സിനിമ എടുക്കുന്നത്. ഇങ്ങനെ വർഷങ്ങളായിട്ട് എടുക്കുന്ന അതേ പാറ്റേണിൽ തന്നെയുള്ളൊരു പടം തന്നെയാണ് ഒഡീസി. കാരണം ഈ സിനിമയിൽ ആക്ച്വലി മൂപ്പരുടെ മുന്നിറങ്ങിയിട്ടുള്ള മറ്റ് മൈൻഡ് ബെൻഡിങ് സിനിമകൾ അനുസരിച്ച് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവാൻ പറ്റാവുന്ന രീതിയിൽ ഭയങ്കര ലിനിയറായിട്ടും ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടും ഒരു കൊച്ചുകുട്ടിക്ക് കണ്ടാൽ പോലും മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു അഡ്വഞ്ചർ ട്രിപ്പ് സാധനമാണ് മൂപ്പർ പിടിച്ചിട്ടുള്ളത്. ആകെ ഒരു നോൺ ലീനിയറിറ്റി മാത്രമാണ് കുറച്ചൊരു ഒന്ന് കുഴപ്പിക്കുന്നൊരു സെറ്റപ്പ്. പക്ഷേ അത് സിനിമയുടെ ആസ്വാദനത്തെ ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ബാക്കിയൊക്കെ വെച്ച് നോക്കുമ്പോൾ നോളൻ്റെ ഇതുവരെ ഇറങ്ങിയ സിനിമകളിൽ വെച്ച് ഏറ്റവും സിംപ്ലസ്റ്റ് നറേഷനുള്ള സിനിമയാണ്. പക്ഷേ ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള സാധനമാണ്. കാരണം നോളൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളതൊക്കെ തന്നെ ഇപ്പോൾ സൂപ്പർ ഹീറോ സെറ്റപ്പുള്ള സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന സയൻസ് ഫിക്ഷൻ സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. മൈൻഡ് ബെൻഡിങ് പരിപാടികൾ കുറേ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു ഫാൻറ്റസി അഡ്വഞ്ചർ സാധനം നോളൻ അധികം ചെയ്തിട്ടില്ല. സോ അതാണ് നമ്മൾ കൂടുതൽ ഈ ഒരു പടത്തിൽ കണ്ടത്. ആൻഡ് ഈ ഹോമറിൻ്റെ ഒഡീസി എന്ന് പറയുന്ന ഒരു സാധനം കുറേ അഡാപ്റ്റേഷൻസ് ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. വർഷങ്ങളായിട്ട് TV സീരീസുകളായിട്ടും സിനിമകളായിട്ടും കാർട്ടൂണായിട്ടും ആനിമേറ്റഡ് ക്ലിപ്സായിട്ടൊക്കെ പ്രത്യേകിച്ച് ഈ മറ്റേ പോളിഫേമസിനൊക്കെ കാണുന്ന സാധനം, സൈക്ലോപ്സിനൊക്കെ കാണുന്ന സാധനമൊക്കെ ഞാൻ ചെറുപ്പത്തിൽ കുഞ്ഞതായിരിക്കും ഏതൊക്കെയോ ആനിമേറ്റഡ് സാധനങ്ങളൊക്കെ ആയിട്ട് ഇത് കണ്ടിട്ടുണ്ട്. സോ അത്രയും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ലോകം മുഴുവനായിട്ട് കുറേയായിട്ട് അഡാപ്റ്റ് ചെയ്തിട്ടുള്ള കുറേ ഇതിനെ ബേസ് ചെയ്തിട്ട് കുറേ ബുക്കുകളൊക്കെ ഉള്ള കുറേ സാധനമാണ്. ഇതിനെ നോളൻ എങ്ങനെ അഡാപ്റ്റ് ചെയ്ത് എടുത്തു എന്ന് മാത്രമാണ് ഈ ഒരു സിനിമ. ആൻഡ് ഇതിലേക്ക് വരുമ്പോൾ നമ്മളൊരു ഒരു ക്ലാഷ് ഓഫ് ടൈറ്റൻസോ അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള മറ്റ് ഇപ്പോൾ എക്സോഡസോ അല്ലെങ്കിൽ ഗോഡ്സ് ഓഫ് ഈജിപ്തോ പോലെയുള്ള മറ്റ് മിഡീവിയൽ ഗ്രീക്ക് മിത്തോളജി അല്ലെങ്കിൽ ആൻഷ്യൻ മിത്തോളജി പോലെയുള്ള സിനിമകൾ പോലെയല്ല നോളൻ ഇതിൽ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊരു കൊമേഴ്ഷ്യൽ മാസ് മസാല ആക്ഷൻ പാക്ഡ് നമ്മളെ കൺകുളിർപ്പിക്കുന്ന കുറേ വിഷ്വൽ ട്രീറ്റുകളൊക്കെ വെച്ചിട്ടുള്ള പരിപാടിയല്ല നോളൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. നോളൻ വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു സാധനം ഡെലിവറി ചെയ്യുന്നതാണ് മൂപ്പരുടെ മെയിൻ ഉദ്ദേശം. അതായിരുന്നു ഈ പടത്തിൽ ഫുള്ളായിട്ട് മൂപ്പര് പിടിച്ചിട്ടുള്ളത്. പക്ഷേ അതിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയായിരുന്നു ഈ സിനിമ ഭയങ്കരധികം ചർച്ചാ വിഷയമായത്. കാരണം ഒഡീസി പോലത്തെ ഒരു സാധനം ഇപ്പോൾ അധികം VFX യൂസ് ചെയ്യാത്ത, CGI യൂസ് ചെയ്യാത്ത, പ്രാക്ടിക്കൽ എഫക്ട്സ് അധികം യൂസ് ചെയ്യുന്ന ഒരു ഡയറക്ടർ എങ്ങനെ എടുക്കും എന്നതായിരുന്നു ആദ്യത്തെ ചോദ്യം. പടം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ആ ചോദ്യം വിട്ടു. കംപ്ലീറ്റ്ലി പടം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നമുക്ക് അതല്ല വേണ്ടത്. നമ്മൾ ഉദ്ദേശിച്ചത് നോളൻ അങ്ങനെ എടുക്കണമായിരുന്നു, VFX യൂസ് ചെയ്യണമായിരുന്നു പറഞ്ഞിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. കാരണം മൂപ്പർ അങ്ങനെ എടുക്കുക നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ എടുക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ പടം കണ്ടത്. അത് ആക്ച്വലി മൂപ്പർ പടത്തിൽ കാണിച്ചിട്ടുമുണ്ട്. പ്രാക്ടിക്കൽ എഫക്ട്സ് യൂസ് ചെയ്തിട്ടും ഇവിടെ ആ സൈക്ലോപ്സ് ഒക്കെ ആക്ച്വലി ഉണ്ടാക്കിയതാണ്. ആ സെറ്റപ്പാണ്, അല്ലാണ്ട് ഫുൾ VFX അല്ല. മേക്കപ്പ് ഒക്കെ ഇട്ട് സെറ്റപ്പ് ആക്കിയെന്നൊക്കെയാണത് കേട്ടത്. സോ ഈ രീതിക്ക് അത്രയും റിയലിസ്റ്റിക്, അത്രയും ഹ്യൂമനായിട്ട് ഇപ്പോൾ ശരിക്കും അങ്ങനെ ഒരു പരിപാടി നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കുന്നത് നാട്ടുകാർ പറയില്ലേ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഹ്യൂമൻസ് ഡിസ്ക്രൈബ് ചെയ്യില്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇവിടെ രാമായണം മഹാഭാരതമൊക്കെ നടന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്, കുറേ ആൾക്കാരുണ്ട്. ഹിസ്റ്റോറിക്കലി കുറേ അക്യുറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന് ജസ്റ്റിഫൈ ചെയ്യുന്ന കുറേ സാധനങ്ങൾ ഇപ്പോൾ ഈവൻ നമ്മുടെ രാമായണം ഉണ്ട് എന്ന് ഉറപ്പിക്കാൻ വേണ്ടി നമുക്ക് രാമസേതുവൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ കല്ലിട്ട് പോയത് കൊണ്ട് അങ്ങനത്തെ ഹിസ്റ്റോറിക്കലി കുറേ ഉള്ള മോണിമെൻറ്റ്സും കുറേ എവിഡൻസൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ പല സമയത്തും ആ കഥ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും നമുക്ക് ആക്ച്വലി ഇത് മിത്താണോ ആക്ച്വലി ഇത് റിയൽ ആണോ എന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ആ രീതിക്കാണ് അവിടുത്തെ ഉള്ള ഗ്രീക്ക് മിത്തോളജിയാണ് ഈ സാധനം. അപ്പോൾ അവിടെ ഇതുപോലെ ആക്ച്വലി നടന്നിട്ടുണ്ടാവുമോ ഇല്ലയോ എന്നൊക്കെ, ഈ പണ്ട് ദൈവങ്ങളൊക്കെ വന്ന് ഇങ്ങനത്തെ ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെ ഒരാളുണ്ടായിരുന്നോ, ഇങ്ങനെ ഒരു യുദ്ധം നടന്നിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു പടം മുഴുവനായിട്ട് ഭയങ്കര ഹ്യൂമനായിട്ട്
അതായത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ, ഒരാളുടെ പെർസ്പെക്റ്റീവിലൂടെ ഒരാൾ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ, ആൾക്കാരെ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും എന്നാണ് ഈ ഒരു പടം മുഴുവൻ. ഈ പടത്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവും അല്ലെങ്കിൽ ഈ എൻറ്റയർ സ്റ്റോറി ലൈൻ മുഴുവനായിട്ട് പോകുന്നത് നമ്മുടെ ഒഡീസിയസിൻ്റെ കാഴ്ചപ്പാടിലാണ്. ഒഡീസിയസ് തിരിച്ച് നാട്ടിലേക്ക് വരുന്ന ഒരു സെറ്റപ്പാണ്. ട്രോജൻ യുദ്ധം കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് വരുന്നു. ഈ കണ്ട കാര്യങ്ങൾ ഫുള്ള് ഒഡീസിയസിൻ്റെ നറേഷനാണ്. വേറെ ആരും പ്രത്യേകിച്ച് വന്ന് പറഞ്ഞിട്ടില്ല. അതായത് മൂപ്പരുടെ ക്രൂവിലുണ്ടായിരുന്ന എല്ലാ ആൾക്കാരും മരിച്ചു. ഇപ്പോൾ ആലോചിച്ച് നോക്കുക, ഒഡീസിയസ് പറഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പോൾ ഇപ്പോൾ ഈ സൈക്ലോപ്സിനെ കണ്ടു എന്നുള്ളതും ഇപ്പോൾ സൈറൻസിൻ്റെ അടുത്ത് പോയി എന്നുള്ളതും അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ ഉള്ളത് പറഞ്ഞു എല്ലാം ഒഡീസിയസിൻ്റെ നറേഷനാണ്. ആൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൻ്റെയൊക്കെ മെയിൻ ഉദ്ദേശം ആ ഒരു ക്യാരക്ടർ ആർക്ക് എന്താണെന്നുള്ളതാണ് നോളം പിടിച്ചിട്ടുള്ളത്. ഒഡീസിയസ് ആരായിരുന്നു, എന്തായിരുന്നു? ഇത്താക്കൽ ഒരു രാജാവായിരുന്നു. ആ ആള് ഈ ട്രോജൻ യുദ്ധം കഴിഞ്ഞത് ആ യുദ്ധത്തിലെ ഹീറോ ആണ്. മൂപ്പരാണ് ആ ട്രോജൻ യുദ്ധം ജയിപ്പിച്ചത്. പക്ഷേ തിരിച്ച് നാട്ടിലേക്ക് എത്തുന്ന ആ ഒരു ജേണി കൂടെ ഈ ഒരു ക്യാരക്ടർ മനസ്സിലാക്കി എടുക്കുന്ന കുറേ കാര്യങ്ങളാണ് ഈ ഒരു പടത്തിൽ കംപ്ലീറ്റ്ലി നമുക്ക് കാണിച്ചു തരിക. വാട്ട് ഇസ് എ കോസ് ഓഫ് വാർ, അല്ലെങ്കിൽ എന്താണ് അതിൽ നിന്ന് മൂപ്പർക്ക് കിട്ടിയത്, ആക്ച്വലി മൂപ്പർ ജയിച്ച മൂപ്പരാണോ ആക്ച്വലി ഹീറോ എന്നുള്ളതൊക്കെ ആ ക്യാരക്ടർ തന്നെ മനസ്സിലാക്കി എടുക്കുന്ന ഒരു ക്യാരക്ടർ ട്രാൻസ്ഫോമിങ് ജേണിയാണ് നമ്മൾ ഈ കണ്ടത്. അല്ലാണ്ട് ഒരു പ്രോപ്പർ അഡ്വഞ്ചർ നമ്മളിപ്പോൾ ആ ഒരു സെറ്റപ്പുള്ളൊരു സംഭവമല്ല. നമുക്ക് ഭയങ്കര രസമായിട്ട് നമുക്ക് കണ്ടിരിക്കുന്ന ഒരു സെറ്റപ്പല്ല. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ആ ഒരു ക്യാരക്ടറിന് ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും നമ്മൾ ആ ഐലൻഡിൽ എക്സ്പ്ലോർ ചെയ്യുന്ന ആ ഒരു സെറ്റപ്പല്ല പിടിച്ചിട്ടുള്ളത്. ആ ക്യാരക്ടർ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്ത് കാണിക്കുന്നത്. ഹൗ ഇറ്റ് ചേഞ്ചസ് ദാറ്റ് ക്യാരക്ടർ. ആ ക്യാരക്ടറിന് സെൽഫായിട്ട് കുറേ കാര്യങ്ങളൊക്കെ എങ്ങനെ മനസ്സിലാക്കി എടുത്തു എന്നുള്ളതാണ് ഈ ഒരു പടം മുഴുവൻ. ഈവൻ ഈ പടത്തിൽ തുടങ്ങുമ്പോൾ തന്നെ ഒജീജിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ ഒരു കലിപ്സോ എന്ന് പറഞ്ഞ ഒരു നിംഫിൻ്റെ അടുത്ത് സ്റ്റക്കായി നിൽക്കുകയാണ് ഈ ഒരു ക്യാരക്ടർ. ഈ ഹോമറിൻ്റെ ലിറ്ററേച്ചർ അനുസരിച്ച് ഇവർ ആക്ച്വലി ഈ ഒരു പോകുന്ന വഴിക്ക് ഒരു ലോട്ടസ് ഈറ്റിംഗ് ആൾക്കാരുടെ ഒരു ഐലൻഡിലേക്ക് പോകും. അത് കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിട്ട് ആ ലോട്ടസിനെ എടുത്തിട്ടാണ് ഈ ഒരു കലിപ്സോൻ്റെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് മൂപ്പർ നോളൻ ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ലോട്ടസ് കഴിച്ചാൽ എല്ലാം മറന്നു പോകും. സോ എല്ലാം മറന്ന് കുറേ കാലമായിട്ട് 7 വർഷമായിട്ട് മൂപ്പർ അവിടെ സ്റ്റക്കാണ്. ഈ കലിപ്സോൻ്റെ ഐലൻഡിൽ സ്റ്റക്കാണ്. ഈ ഒരു ക്യാരക്ടർ ഈ കലിപ്സോ വിടാമെന്ന് മൂപ്പർ ഈ 7 വർഷം കഴിഞ്ഞ് തിരിച്ച് ഫ്രീ ആക്കി വിടാം, നാട്ടിലേക്ക് വിടാം, ഇനി ഒഴിവാക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് ഈ ഒരു ക്യാരക്ടർ മെല്ലെ 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 ഈ ഒരു ലോട്ടസ് ഈറ്റിംഗ് നിർത്തിയിട്ട് ഈ ഒരു പഴയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കുന്നത്, ഓർത്തെടുക്കുന്നത്. അതിലൂടെ ഈ ഒരു ക്യാരക്ടർ എങ്ങനെ ട്രാൻസ്ഫോം ആയി എന്നതാണ് കംപ്ലീറ്റ്ലി ഒരു പടത്തിൻ്റെ ഫുൾ നറേഷൻ. അതിൽ മെയിൻ കാര്യം ഇത്താക്ക എന്ന ഈ യുദ്ധത്തിന് പോകുന്ന വഴിക്ക് ഈ യുദ്ധം കഴിഞ്ഞ് ആ യുദ്ധം ജയിക്കാൻ മെയിൻ കാരണം ഈ ഒരു ട്രോജൻ ഹോഴ്സ് ഉണ്ടാക്കി. ഈ ട്രോജൻ ഹോഴ്സ് ഉണ്ടാക്കുന്നത് മെയിൻ സ്ട്രാറ്റജിസ്റ്റായ ഒഡീസിയസ് ആണ്. ഒഡീസിയസ് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി അവർ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട്. അപ്പോൾ ഈ ഗ്രീക്കിലും ഈ ഒരു ആൻഷ്യൻ മിത്ത് അനുസരിച്ച് ഫുള്ളായിട്ട് ഈ സ്യൂസിൻ്റെ ഒരു ലോ ഉണ്ടായിരുന്നു. ഇവർക്ക് എല്ലാവർക്കും ഈ ദൈവങ്ങളാണ് ഞാൻ പറഞ്ഞില്ലേ, സ്യൂസ്, അങ്ങനെ ഒളിമ്പ്യൻസ്, ടൈറ്റൻസ്, അങ്ങനെ പറഞ്ഞ് കുറേ ടൈപ്പ് ഓഫ് ദൈവങ്ങളുണ്ട്. അതിൽ സ്യൂസാണ് ഏറ്റവും ഹയസ്റ്റ്. സ്യൂസ് ഒരു ലോ ഫുൾ ഉണ്ടാക്കിയിട്ടുണ്ട് നാട്ടിൽ ഫുള്ള്, അതായത് ഭൂമിയിൽ ഫുൾ ഒരു ലോ ഉണ്ട്. അതിഥി ദേവോ ഭവ, അതാണ് സെറ്റപ്പ്. അതായത് അതാണ് സ്യൂസിൻ്റെ ലോ. മറ്റേ ഹോസ്പിറ്റാലിറ്റി എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ ഈ സംഭവം തന്നെ. അതായത് നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് ആരെങ്കിലും ഒരു അതിഥിയായിട്ട് വന്നാൽ അയാളെ ഇരു കൈ നീട്ടി സ്വീകരിക്കണം. അല്ലാതെ അയാളെ പുറന്തള്ളു, അയാളെ മറ്റേ ചവിട്ടി പുറത്താക്കുക, ഒരു യുദ്ധത്തിന് പോകുക, ആ ഒരു സെറ്റപ്പൊന്നും അല്ല. ആരെങ്കിലും ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് ഒരു ഗിഫ്റ്റ് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അതായത് ഹോസ്പിറ്റാലിറ്റിയാണ്, അത് ഇരു കഴിഞ്ഞ് നീട്ടി സ്വീകരിക്കുക എന്നുള്ള സെറ്റപ്പാണ്. സോ അങ്ങനെ ആക്ച്വലി ഈ ട്രോയക്കാരെ പറ്റിച്ചിട്ടാണ് ഒഡീസിയസ് ഈ ഒരു സ്യൂസിൻ്റെ ലോയെ കംപ്ലീറ്റ്ലി ബ്രേക്ക് ചെയ്തിട്ടാണ് ഒഡീസിയസ് ഈ ഒരു യുദ്ധം തന്നെ ജയിക്കുന്നുണ്ടായിരുന്നു. കാരണം അവർ വിശ്വസിച്ചു ഇത് ഹോസ്പിറ്റാലിറ്റിയാണ്, ഇത് സ്യൂസിൻ്റെ ലോ അനുസരിച്ച് ഇവർ ഈ സാധനം തന്നിട്ടുണ്ട്, അപ്പോൾ നമുക്ക് നാട്ടിലേക്ക് എത്തിക്കണം എന്നൊരു സെറ്റപ്പിലാണ് അവരത് കൊണ്ടുപോയത്. അല്ലെങ്കിൽ സ്യൂസിൻ്റെ ലോ ബ്രേക്ക് ചെയ്യും. പക്ഷേ അതിലൊരു ചതി വെച്ച് ഈ ഒരു ട്രോജൻ ഹോഴ്സിനകത്ത് ഇവർ ഒളിഞ്ഞിരുന്ന് അന്ന് രാത്രിയാണ് അവർ ഫുള്ളായിട്ട് ആ ഒരു ട്രോയ് മുഴുവനായിട്ട് നശിപ്പിച്ചത്. ഒരു സിവിലൈസേഷൻ മുഴുവനായിട്ട് നശിച്ചു. അതാണ് ഈ പറയുന്ന അവസാനം ഈ ഒഡീസിയസ് അവസാനം ഈ നാട്ടിലേക്ക് എത്തി പെനലോപ്പിനോട് പറയുന്ന സീക്വൻസിലൊക്കെ നമുക്ക് പറയുന്നുണ്ട്. ഒരു കംപ്ലീറ്റ്ലി ഒരു എൻറ്റയർ സിവിലൈസേഷനാണ് ഈ ഒരു ചങ്ങായി ഒഡീസിയസ് ഒരൊറ്റ ആളുകാരൻ മുഴുവനായിട്ട് നശിച്ചത്. ആക്ച്വലി ഇതിപ്പോൾ നോളൻ്റെ തന്നെ കഴിഞ്ഞ പടം എടുത്തു ഓപ്പൺഹൈമറിൽ. എന്താണ് ഓപ്പൺഹൈമർ എന്നൊരു ക്യാരക്ടറിന് തോന്നിയിട്ടുള്ളത്, ന്യൂക്ലിയർ വാർ ഞാൻ ഉണ്ടാക്കിയിട്ട് ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കിയതിനു ശേഷം ആ ഒരു ക്യാരക്ടർ എങ്ങനെയാണോ ഐ ബിക്കേം ദി ഡെത്ത് എന്ന് പറയുന്ന ആ ഒരു ഡിസ്ട്രോയർ ഓഫ് ദി വേൾഡ് എന്ന് പറയുന്ന ഒരു സെറ്റപ്പില്ലേ, അതേ സാധനമാണ് ഒഡീസിയസിന് ഇവിടെ തോന്നുന്നത്. ഈ മൂപ്പരുണ്ടാക്കിയ ന്യൂക്ലിയർ ബോംബാണ് ഈ മറ്റേ ട്രോജൻ ഹോഴ്സ്. അത് കാരണം ഒരു എൻറ്റയർ സിവിലൈസേഷൻ തന്നെ തീർന്നു. ആ ട്രോയ് എന്ന് പറഞ്ഞ നഗരേ ഇല്ലാണ്ടായി. എല്ലാം മൂപ്പര് കാരണം. അപ്പോൾ അത്രയും വലിയൊരു കേഴ്സ് ഉണ്ട് മൂപ്പരുടെ. തന്നെ അവിടെ ഉള്ള ആ ഒരു ടെമ്പിൾസും ഈ ഒരു ദൈവങ്ങളെ ഫുള്ളായിട്ട് ദേഷ്യപ്പെടുത്തി ഈ പറയുന്ന ഒരു എൻറ്റയർ സിവിലൈസേഷൻ, സാധാരണ ആൾക്കാർ ഈ ഒരു യുദ്ധത്തിൽ യാതൊരു പങ്കുമില്ലാത്ത, യുദ്ധം എന്തിനാണെന്ന് തുടങ്ങിയതുപോലെ അറിയാത്ത
നമ്മളിപ്പോൾ പറയാറില്ല, നമ്മളിപ്പോൾ ഇന്ത്യയും വേറെ ആരെങ്കിലുമൊക്കെയോ അല്ലെങ്കിൽ ഇപ്പോൾ ഇറാനും അമേരിക്കയ്ക്ക് യുദ്ധം നടന്നിട്ട് അനുഭവിക്കുന്നത് നമ്മൾ. ഇപ്പോൾ അതിന് നമ്മളെന്താ ചെയ്ത് ഇവർ ഈ മേലുള്ള ആൾക്കാർ ഏതോ രണ്ട് ഒപ്പിട്ടതിന് നമ്മൾ നാട്ടുകാർ കിടന്ന് കഷ്ടപ്പെടുന്ന ആ ഒരു സെറ്റപ്പാണ്. ഇതേപോലെ തന്നെ ഈ യുദ്ധം കാരണം കഴിഞ്ഞ 10 വർഷമായിട്ട് അവിടെ കിടന്ന ആൾക്കാർ നരകയാതന അനുഭവിച്ചിട്ടുള്ളത്. അവസാനം അത് ഫുള്ളായിട്ട് അവരുടെ സിവിലൈസേഷൻ മുഴുവൻ തീരുകയും ചെയ്തു. അതിന് മെയിൻ കാരണം അവർ ഹോസ്പിറ്റാലിറ്റി ചെയ്തു, സ്യൂസിൻ്റെ ലോ ഫോളോ ചെയ്തു, അത് ബ്രേക്ക് ചെയ്തു. ഈ ഒരു ആൾക്കാരെ മുഴുവൻ കൊന്നു എന്നുള്ളൊരു വലിയൊരു ഗിൽട്ട് ഉണ്ട് ഒഡീസീസിന്. അത്രയും വലിയ ഗിൽട്ടും വെച്ചിട്ടാണ് ഒഡീസീസ് തിരിച്ച് നാട്ടിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടിലേക്ക് തിരിച്ച് പോകാമെന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ യുദ്ധം കഴിഞ്ഞിട്ട് ഒരു ആൾക്കാരെ കുറച്ച് ഈ വാരിയേഴ്സ് നാട്ടിലേക്ക് പോകുമെന്ന് പറയുന്ന സമയത്ത് അവർക്കുണ്ടാവുന്ന ഒരു ആഹ്ലാദവും അർമാദവും ഒന്നും അവർക്ക് ആർക്കും ഇല്ല. അവരെല്ലാവരും അവർ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ, ആ ഒരു ബീച്ചിൽ അവർ നശിച്ച് കഴിഞ്ഞ 10 വർഷമായിട്ട് അവർ കട്ടന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ പണ്ടാരം എങ്ങനെയെങ്കിലും നാട്ടിലെത്തിയാൽ മതി എന്നുള്ളൊരു സെറ്റപ്പാണ്. ആൻഡ് ഈ ഒരു യുദ്ധത്തിനുള്ള മെയിൻ കാരണം തന്നെ ഇപ്പോൾ മറ്റേ ഹെലനോസ് പാർട്ടി ഇതിൽ ഇടയ്ക്ക് കാണിക്കുന്നുണ്ടായിരുന്നു. ഈ ഹെലനോസ് പാർട്ടിയെ കാസ്റ്റ് ചെയ്ത് ഭയങ്കരധികം പ്രശ്നവും മറ്റേ ലൂപ്പിറ്റോ എങ്ങനെ കാസ്റ്റ് ചെയ്ത് ഭയങ്കരധികം പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ആ ഒരു ക്യാരക്ടറിൻ്റെ മുഖത്തുള്ള ഡിഫോർമാലിറ്റീസ് ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു ഒരു പോയിന്റിൽ. ആൻഡ് ആക്ച്വലി ആ ഒരു ക്യാരക്ടർ ഡബിൾ റോളാണ്. നമ്മുടെ അഗമംനോണിൻ്റെ ഭാര്യയായിട്ടും ഇതേ ക്യാരക്ടർ തന്നെ, അല്ലെങ്കിൽ ഇതേ ആക്ട്രസ് തന്നെയാണ് അഭിനയിച്ചിട്ടുള്ളത്. തന്നെ ഈ പറയുന്ന നമ്മുടെ പണിഷർ ചങ്ങായിയുടെ, അതായത് മെനലോസിൻ്റെ ഭാര്യയായിട്ടും ഈ ഹെലനോസ് പാട്ടായിട്ടും ഇതേ ക്യാരക്ടർ തന്നെയാണ്, ആക്ട്രസ് തന്നെയാണ്. സോ ഈ ഒരു ക്യാരക്ടറിന് മുഖത്തുള്ളൊരു ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ടെലിമേക്കസ് പോയിട്ട് സംസാരിക്കുന്ന സമയത്ത് അവിടെ മെനലോസിനെ കാണാൻ പോകുന്ന സമയത്ത് ഈ ഒരു ക്യാരക്ടർ മുഖത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഈ ഒരു യുദ്ധം നടന്നത് തന്നെ ഈ ഹെലനോസ് പാട്ടയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ ദിസ് വാർ ഹാസ് ഹാപ്പൻ ബിക്കോസ് ഓഫ് ദിസ് ഫേസ് എന്ന് പറയുന്നുണ്ടല്ലോ. ആ ഒരു മുഖത്തുള്ള ഡിഫോർമാലിറ്റീസ് കംപ്ലീറ്റ്ലി ആ ഒരു ക്യാരക്ടറിനെ തന്നെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഹെലനോസ് പാർട്ടിയെ തന്നെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അവർ കുറച്ചൊരു 2 മിനിറ്റ് ഗ്യാപ്പിൽ. കാരണം ഈ ഒരു ക്യാരക്ടറിൻ്റെ പേരിലാണ് ഇത്രയും വലിയ യുദ്ധം തന്നെ നടന്നത്. ഇറ്റ്സ് ആൾക്കാരുടെ, മനുഷ്യൻ്റെ, പ്രത്യേകിച്ച് മെന്നിൻ്റെ അത്യാഗ്രഹവും ആവേശവും ആ ഒരു അനിമലിസ്റ്റിക് നേച്ചറൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ഒരു സംഭവം ഫുള്ളായിട്ട് നടന്നിട്ടുള്ളത്. കാരണം ഇതിൻ്റെ പേരിൽ നിന്നല്ല, ഇപ്പോൾ ഒരാളുടെ ഭാര്യ ഒരാൾ വേറെ ആൾ തട്ടിക്കൊണ്ടുപോയി എന്നതല്ല ഉദ്ദേശം. അഗമംനോണ് കുറേ കാലമായിട്ട് ഈ ട്രോയ് വേണമായിരുന്നു. അതിനു വേണ്ടി ഇവരൊക്കെ തന്നെ മൂപ്പര് യൂസ് ചെയ്യിപ്പിച്ചതാണ് എന്ന് നാട്ടുകാർക്ക് ഫുള്ള് അറിയാം. സോ അങ്ങനെ ഈ യുദ്ധത്തിന് വന്നിട്ടുള്ള എല്ലാവർക്കും തന്നെ ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായതുകൊണ്ട് ഇവർക്ക് ഇത് ആർക്കോ വേണ്ടി ചെയ്ത യുദ്ധം, എന്തിനോ വേണ്ടി ചെയ്ത യുദ്ധം എന്നുള്ളൂ. അത് കഴിഞ്ഞ് എങ്ങനെയെങ്കിലും തിരിച്ച് നാടെത്തിയാൽ മതി എന്നായി. പക്ഷേ ഇവർ ഈ സ്യൂസിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത സമയത്ത് എൻറ്റയർലി അതുവരെ ഉണ്ടായിരുന്ന, അതായത് ഈ ട്രോജൻ യുദ്ധത്തിൽ ഈ ഒരു പ്രത്യേകിച്ച് നോർമലി യുദ്ധം ചെയ്യുന്നതിന് പകരം ഇത്തരത്തിലുള്ള ഒരു ഒളിപ്പോര് നടത്തി പരിപാടി ചെയ്ത് തീർത്തതിൻ്റെ കാരണമായിട്ട് ഈ ഒരു സ്യൂസിൻ്റെ ലോ കംപ്ലീറ്റ്ലി എർത്ത് റെലമിൽ ഫുള്ളായിട്ട് ബ്രേക്ക് ആവുകയാണ്. അതായത് എൻറ്റയർലി ഭൂമി മുഴുവൻ ഈ സ്യൂസിൻ്റെ ലോ ബ്രേക്കായി. അതുകൊണ്ട് തന്നെയാണ് നാട്ടുകാർ ഇനി എപ്പോൾ വേണമെങ്കിലും ഈ കടലിൽ നിന്ന് ആൾക്കാർ വരാം, സീ മോൺസ്റ്റേഴ്സ് വരാം, അല്ലെങ്കിൽ സീ ഹണ്ടേഴ്സ് വരാമെന്ന് പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. കാരണം ഇനിയിപ്പോൾ ഒന്നുമില്ല, ഇനിയിപ്പോൾ ആർക്ക് വേണമെങ്കിലും ആരുടെ നാട്ടിൽ വേണമെങ്കിലും ഇനിയിപ്പോൾ ഒരു ഹോസ്പിറ്റാലിറ്റിയും ഇല്ല, ഒന്നുമില്ല. ആക്ച്വലി നമ്മുടെ പെനലോപ്പി ഈ ഹോസ്പിറ്റാലിറ്റി ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു, നമ്മുടെ സ്യൂസിൻ്റെ ലോ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അതിഥികളെ സൽക്കരിക്കണം എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ പണ്ടേ മുപ്പർക്ക് അവർക്കല്ലാതെ തന്നെ ഈ വന്ന സ്യൂട്ടേഴ്സായിട്ട് വന്ന ആൾക്കാർ മുകളിൽ ചവിട്ടി പുറത്താക്കും. പക്ഷെ പറ്റൂല, വന്ന ആൾക്കാരെ സൽക്കരിക്കണം, അല്ലെങ്കിൽ അവർക്ക് ഹോസ്പിറ്റാലിറ്റി കൊടുക്കണം എന്നുള്ളതാണ് സ്യൂസിൻ്റെ ലോ. സോ ഈ ലോ ബ്രേക്ക് ചെയ്ത് ഭയങ്കര ഒരു കേഴ്സായിട്ട് വെച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിലൊരു ഗിൽട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് ഒഡീസീസ് തിരിച്ച് നാട്ടിലേക്ക് വരുന്നത്. വരണ വഴി ഇവർ ആദ്യമായിട്ട് നേരെ സൈക്ലോപ്സിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഈ സൈക്ലോപ്സ് ഒന്നല്ല, ആ സ്ഥലത്ത് വേറെ കുറേ എണ്ണമുണ്ട്. അതിൽ പോളിഫീമസ് എന്ന് പറഞ്ഞൊരു സൈക്ലോപ്സിൻ്റെ ഗുഹയിലാണ് ഇവർ പെടുന്നത്. ആക്ച്വലി പോളിഫീമസ് നമ്മുടെ പൊസൈഡോണിൻ്റെ മകനാണ്, അതായത് മറ്റേ കടലിൻ്റെ ദൈവം. ആക്ച്വലി ഈ സൈക്ലോപ്സ് ആണ് സ്യൂസിന് മറ്റേ ലൈറ്റ്നിങ് ബോൾട്ടൊക്കെ, മറ്റേ തണ്ടർ ലൈറ്റിംഗ് ബോൾട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്ത്. അതെന്താ സെറ്റപ്പ് എന്ന് വെച്ചാൽ, ലൈറ്റിംഗ് ബോൾട്ട് ഉണ്ടായി എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പോൾ കലിപ്സോനെ കാണിക്കുന്നുണ്ട്. ഈ കലിപ്സോ ഒരു ഐലൻഡിൽ ഒറ്റപ്പെട്ട് നിൽക്കുകയാണല്ലോ. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, അതായത് ഭൂമി ഉണ്ടായ സമയത്ത് തന്നെ ഈ ടൈറ്റൻസ് ഒക്കെ ആയിരുന്നു റൂൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇടയ്ക്ക് ഈ ടൈറ്റൻസിൻ്റെ മക്കളുണ്ടായിരുന്നു, ഒരു സെറ്റ് ഓഫ് മക്കൾ. നമ്മുടെ ഈ സ്യൂസ്, നമ്മുടെ ഹേഡിസ്, നമ്മുടെ അങ്ങനത്തെ കുറേ പൊസൈഡോൺ, അങ്ങനത്തെ കുറച്ച് മക്കളുണ്ടായിരുന്നു. ഈ ഒരു മക്കളും ഈ ഒരു ടൈറ്റൻസും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടായി. ഈ മക്കളെ നമ്മൾ ഒളിമ്പ്യൻസ് എന്ന് പറയും. ഈ പഴയ ദൈവങ്ങൾ നമ്മൾ ടൈറ്റൻസ് എന്ന് പറയും, അതായത് മുത്തശ്ശൻ ആ ഒരു സെറ്റപ്പിലുള്ളവർ. സോ ഇവർ രണ്ടുപേരും തമ്മിലുള്ള യുദ്ധം ഉണ്ടായിട്ട്, ഈ ടൈറ്റൻസ് വേഴ്സസ് ഒളിമ്പ്യൻസ് യുദ്ധം ഉണ്ടാവുന്നതിൻ്റെ ഇടയിൽ ഈ ടൈറ്റൻസിൽ ഒരാളായ അറ്റ്ലസ് എന്ന് പറഞ്ഞൊരു ടൈറ്റൻ ഉണ്ട്. ഈ ടൈറ്റൻ്റെ മകളാണ് നമ്മുടെ കലിപ്സോ. അപ്പോൾ ഈ യുദ്ധത്തിൽ അവരുടെ കൂടെ നിന്നു എന്ന് പറഞ്ഞ് യുദ്ധം കഴിഞ്ഞപ്പോൾ ആക്ച്വലി നമ്മുടെ ഒളിമ്പ്യൻസ് ജയിച്ചു, നമ്മുടെ സ്യൂസും ബാക്കിയുള്ളവരൊക്കെ ജയിച്ചു. അങ്ങനെ യുദ്ധത്തിൽ അവരുടെ കൂടെ നിന്നല്ലോ എന്ന് പറഞ്ഞിട്ടാണ് കലിപ്സോനെ കേഴ്സ് കൊടുത്ത് ഈ ഒരു ഐലൻഡിൽ ഒറ്റപ്പെടുത്തി ഇവർ നിർത്തിയിട്ടുള്ളത്. ഇതേ സമയത്ത് ഈ യുദ്ധത്തിൻ്റെ ഇടയിൽ യുദ്ധം ജയിക്കാൻ വേണ്ടിയിട്ട് ഈ സൈക്ലോപ്സ്, ഈ ഒറ്റക്കണ്ണുള്ള മറ്റേ പോളിഫീമസും അവരുടെ ബാക്കിയുള്ള സൈക്ലോപ്സൊക്കെ തന്നെ ഒരു ലൈറ്റിംഗ് ബോൾട്ടൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു സ്യൂസിന്. അതൊക്കെ വെച്ചിട്ടാണ് സ്യൂസ് ഈ യുദ്ധം തന്നെ ജയിച്ചത്. ആ യുദ്ധം കഴിഞ്ഞിട്ട് ഇപ്പോൾ സ്യൂസ് ദൈവത്തിൻ്റെ, ആകാശത്തിൻ്റെ ദൈവം, ദെൻ നമ്മുടെ പൊസൈഡോൺ വെള്ളത്തിൻ്റെ ദൈവം, ഹെയ്ഡിസ് നരകത്തിൻ്റെ ദൈവം എന്നൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞിട്ടാണ് ഇവർ ഈ
ഈ ഒളിമ്പ്യൻസ് ആണ് ഇങ്ങനെ സെറ്റായിട്ട് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഫുള്ളായിട്ട് റൂൾ ചെയ്യുന്നത് ഈ ഒളിമ്പ്യൻസ് ആയിട്ടുള്ള ഗോഡ്സ് ആണ് എന്നുള്ളൊരു സെറ്റപ്പിലാണ് കൊണ്ട് നിർത്തിയിട്ടുണ്ടായിരുന്നത്. സോ ഈ പൊസൈഡോൻ്റെ മകനാണ്, നമ്മുടെ കടൽ ദൈവമായ പൊസൈഡോൻ്റെ മകനായിട്ടാണ് പോളിഫീമസിനെ കാണിച്ചിട്ടുള്ളത്. സോ പോളിഫീമസിന് എന്തെങ്കിലും പറ്റിയാൽ പൊസൈഡോണുള്ള. സോ ഇവർ പോളിഫീമസിൻ്റെ ഒരു ഗുഹയിൽ കയറി, അതും അതിക്രമിച്ച് കയറി, മര്യാദയ്ക്കൊന്നുമല്ല. അവിടെയും ഒരു ഈ ഹോസ്പിറ്റാലിറ്റി ഒന്നും ഫോളോ ചെയ്തില്ല, നമ്മൾ ചോദിച്ചും പറിച്ചിട്ടൊന്നുമല്ല. അവർ കയറി അങ്ങോട്ട് ചീസും കാര്യങ്ങളൊക്കെ തിന്ന് അവിടെ കുറച്ച് നേരം ഇരുന്നിട്ടൊക്കെയാണ് പുറത്തേക്ക് വന്ന്. സോ വരുന്ന വഴിക്ക് ഒരു കണ്ണൊക്കെ കുത്തിപ്പൊട്ടിച്ച് തെറിച്ച് പുറത്തേക്ക് ഒരു തരത്തിൽ മറ്റേ രക്ഷപ്പെട്ട് വരുന്ന വഴിക്ക് അവിടെയും ഒഡീസീസിന് അഹങ്കാരം. ഈ ഒഡീസീസിന് എടാ നിൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച് ഞാനാടാന്ന് പറഞ്ഞ് ആ ഒരു സെറ്റപ്പിലാണ് ആ ഒരു അമ്പൊക്കെ എടുത്ത് വിടുന്നത്. സോ ഹിംസെൽഫ് തിങ്ക് ഹാസ് എ ഗ്രേറ്റസ്റ്റ് വാരിയർ. കാരണം ട്രോജൻ യുദ്ധം കഴിഞ്ഞ് അവിടുത്തെ ഏറ്റവും വലിയ വാരിയറാണ്, ഞാനിപ്പോൾ ആ വലിയ യുദ്ധം ജയിപ്പിച്ച ഒരാളാണ് എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ്, ആ ഒരു അഹന്തയിലാണ് ഈ നമ്മുടെ ഒഡീസീസ് ഉള്ളത്. സോ അതിന് പ്രതിഫലമായിട്ട് മൂപ്പര് കണ്ടു ഒരു തരത്തിലാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. ആ കാരണം കൊണ്ട് ആണ് ഒഡീസീസിൻ്റെ പേര് അവിടെ മറ്റേ ഈ പോളിഫീമസ് അറിയുന്നത്. ഈ പോളിഫീമസിന് ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് പൊസൈഡോൺ പിന്നെ അവിടെ നിന്നാണ് ഈ കേഴ്സ് വരുന്നത്. തിരിച്ച് നാട്ടിലെത്തില്ല എന്നൊരു കേഴ്സ് ഉണ്ട്. അതായത് ഈ പൊസൈഡോൻ്റെ കടലിൽ കൂടെയാണല്ലോ ഇവർക്ക് നാട്ടിലെത്തിക്കുക. സോ നീ മാത്രം എത്തും, വേറെ ആരും എത്തൂല എന്നുള്ളൊരു വലിയ കേഴ്സ് കിട്ടിയിട്ടാണ് അവിടെ തന്നെയാണ് നമ്മുടെ ഒഡീസീസ് ഇറങ്ങുന്നത്. സോ ഒഡീസീസ് കാരണമാണ് മൂപ്പര് ചെയ്ത് ഈ കാരണങ്ങൾ കാരണമാണ്, മൂപ്പരുടെ ആക്ഷൻസ് കാരണമാണ് എൻ്റെ വിധി എൻ്റെ തീരുമാനങ്ങളെന്ന് പറയില്ലേ, മൂപ്പരെടുത്ത തീരുമാനങ്ങൾ കാരണമാണ് മൂപ്പരുടെ വിധി മാത്രമല്ല മൂപ്പരുടെ കൂടെ ഉള്ളവരുടെ വിധി മുഴുവൻ മാറിയത്. സോ അതും വലിയൊരു ഗിൽട്ട്. ആകെ ഈ നാട്ടിൽ നിന്ന് വന്ന കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അവർ തന്നെ പിന്നീട് തള്ളി പറയുന്ന കുറേ സിറ്റുവേഷൻസിലേക്ക് ഈ ക്യാരക്ടർ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇവർ മറ്റേ ലാസ്ട്രഗോണിയൻസിൻ്റെ ഐലൻഡിൽ പോകുന്നുണ്ട്. അത് മറ്റേ കാനിബിൾസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവിടെ വെച്ച് ഒട്ടുമിക്ക വലിയൊരു ക്രൂ തന്നെ മൂപ്പർക്ക് നഷ്ടമാവും. ആ ഒരു ഷിപ്പ് മാത്രമേ അവസാനം ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. then അത് കഴിഞ്ഞ് നമ്മുടെ സെർസീൻ്റെ സ്ഥലത്ത് പോകും. ഈ സെർസീൻ്റെ അവിടെ എത്തുമ്പോൾ സെർസീനെ കാസ്റ്റ് ചെയ്ത കുറച്ച് പ്രശ്നങ്ങൾ അങ്ങനെയും കുറേ പേര് പറയുന്നുണ്ടായിരുന്നു. ആക്ച്വലി സെർസി ഒരു വിച്ചാണ്, ഒരു വിച്ചായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഈ കലിപ്സോൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ സെർസിയും ഒരു ദേവതയാണ്, ഒരു ദൈവത്തിൻ്റെ മകളാണ്, നമ്മുടെ ഹീലിയോസിൻ്റെ മകളാണ് ഈ സെർസി, നമ്മുടെ സൂര്യദേവനായ ഹീലിയോസ്. സെർസിക്ക് എന്താ പ്രശ്നം? സെർസി ഇതുപോലെ എന്തുകൊണ്ട് സെർസിക്ക് കിട്ടി കേഴ്സ് എന്താണെന്ന് വെച്ചാൽ, പണ്ട് ഈ സെർസിക്ക് ഒരു റൈവൽ ഉണ്ടായിരുന്നു, ഒരു എതിരാളി ഉണ്ടായിരുന്നു, നമ്മുടെ സില. അതായത് നമ്മുടെ ഇപ്പോൾ ഈ 6 ഹെഡഡ് ആയിട്ടുള്ള മോൺസ്റ്ററിൽ മറ്റേ ആ ഒരു ചുഴിയുടെ അപ്പുറത്തുള്ള കരിബീസ് എന്ന് പറഞ്ഞ ഒരു ചുഴിയുടെ തൊട്ടപ്പുറത്ത് വന്നിട്ട് ഇവർ പിടിച്ചിട്ട് പോകുന്ന ആ ഒരു മോൺസ്റ്ററില്ല, അവർ 6 തലയുള്ള മോൺസ്റ്റർ. ഈ സാധനം പണ്ടൊരു മനുഷ്യനായിരുന്നു, അതായത് ഒരു സ്ത്രീ ആയിരുന്നു. ഈ സെർസി ഇവർ തമ്മിൽ എപ്പോഴും അടിയാണ്. ഒരിക്കൽ ഒരു മീൻകാരൻ, ഈ സെർസിക്ക് ഇഷ്ടപ്പെട്ടൊരു മീൻകാരൻ, ആ സെർസിക്ക് ഇഷ്ടമായിരുന്നു ആ ക്യാരക്ടറിന്, പക്ഷേ അയാൾക്ക് ഈ ഒരു സിലേനെ ഇഷ്ടപ്പെട്ടു. സോ സിലേനെ അയാൾ ഇഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ഈ സിലയ്ക്ക് ഒരു പണി കൊടുക്കാമെന്ന് പറഞ്ഞു വിച്ച് ക്രാഫ്റ്റിംഗ് യൂസ് ചെയ്ത്, അതായത് ഈ നമ്മൾ കണ്ടല്ലോ ഈ ക്യാരക്ടർ ആൾക്കാരെ ട്രാൻസ്ഫോം ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. സോ അങ്ങനെ ഒരു വിച്ച് ക്രാഫ്റ്റിംഗ് യൂസ് ചെയ്ത് സിലയെ അതായത് മനുഷ്യനായിരുന്ന സ്ത്രീയെ ഒരു 600 ആയിട്ടുള്ള മോൺസ്റ്റർ ആക്കി മാറ്റിയത് ഈ സെർസി. സോ ഈ കാരണങ്ങൾ സ്യൂസൊക്കെ അറിഞ്ഞിട്ടാണ് സെർസിനെ ഒരു ഐലൻഡിലേക്ക് ഇപ്പോൾ ഒറ്റപ്പെടുത്തി നിർത്തിയിട്ടുള്ള ഒരു കേഴ്സാണ്. നീ അവിടെ കടന്നുകൊള്ളാം, അവിടേക്ക് ആരൊക്കെ വന്നോ നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നൊരു സെറ്റപ്പാണ്. സോ പിന്നീട് അവിടേക്ക് വന്നിട്ടുള്ള സെയിലേഴ്സ്, അവിടെ ഇങ്ങനെ വന്ന് പോയിട്ടുള്ള ആൾക്കാർ ഫുള്ള് ഈ സെർസി ഇതുപോലെ ഒരു പോർഷൻ കൊടുത്ത് വിച്ച് ക്രാഫ്റ്റിംഗ് ഒക്കെ നടത്തി അനിമൽസ് ആക്കി മാറ്റും. അപ്പോൾ ഇവർ കയറി വരുന്ന വഴിക്ക് കണ്ടിട്ടുള്ള ഈ സിംഹവും പുലിയും എല്ലാം തന്നെ മനുഷ്യന്മാരാണ്, ഇതുപോലെ ട്രാപ്പായി കിടക്കുന്ന മനുഷ്യന്മാരാണ്. ഈവൺ നമ്മുടെ ഒഡീസീസിൻ്റെ കൂടെ വന്നിട്ടുള്ള മറ്റേ യൂറിലോക്കോസ് അടങ്ങുന്ന സംഘം അവരെ ഫുള്ളായിട്ട് ഈ ഒരു ക്യാരക്ടർ പന്നിയാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ ഈ അവിടെ കാണിക്കുന്ന സീക്വൻസുകളൊക്കെ അടിപൊളിയാണ്. ഒരു ഹൊറർ പടത്തിൻ്റെ വൈബായിരുന്നു നോളൻ കൊടുത്തത്. സോ നോളൻ ആ ഒരു ക്യാരക്ടേഴ്സിന് ആ ഒരു ട്രീറ്റ് ചെയ്ത വിധം തന്നെ ആലോചിച്ച് നോക്കുക. ഇവർ കഴിക്കുന്ന ഒരു വിധവും ഭക്ഷണം കഴിക്കുന്ന ഒരു വിധവും ആൻഡ് ഇവരെ ആ ഒരു പന്നിയാക്കി മാറ്റുന്ന സമയത്ത് അവരുടെ ആ ഒരു അനിമലിസ്റ്റിക് നേച്ചർ ഉണ്ടല്ലോ. അവർ ഒരു സാധാരണ മനുഷ്യനല്ലേ, എത്രയൊക്കെ മനുഷ്യനായാലും നമ്മുടെ മറ്റേ ജല്ലിക്കെട്ട് പടത്തിലൊക്കെ പറയുന്നുണ്ടല്ലോ, നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു മൃഗം പുറത്ത് വരുന്നൊരു സെറ്റപ്പ് ഉണ്ടല്ലോ, അതാണ് ആക്ച്വലി കാണിച്ചത്. അപ്പോൾ സെർസി അതിൻ്റെ ഒരു ഭാഗമായി എന്ന് മാത്രമേ ഉള്ളൂ. മനുഷ്യനുള്ളിലുള്ള മൃഗം എന്നാണ് കാണിച്ചത്. ആ ഒരു ക്യാരക്ടേഴ്സിനെ ട്രാൻസ്ഫോം ചെയ്ത് മൃഗമാക്കി മാറ്റുന്നൊരു സെറ്റപ്പ്. സോ ഹ്യൂമൻസ് ആർ അനിമൽസ്, അത്ര റൂത്ത്ലെസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവരിപ്പോൾ ഈ പറയുന്ന പോലെ യുദ്ധവും കാര്യങ്ങളൊക്കെ ചെയ്ത ആൾക്കാരാണെങ്കിൽ ഈ പറഞ്ഞ സാധാരണക്കാരെ കൊന്നൊടിക്കുക, ഒരു ദയം ദാക്ഷിണ്യം ഇല്ലാതെ കൊന്നൊടിക്കുക ആൾക്കാരാണ്. സോ ദേ ആർ എനിമൽസ് എന്ന് സിംബോളിക്കലി കാണിച്ചുകൊണ്ടാണ് സെർസിയുടെ ഒരു ക്യാരക്ടറിനെ അവിടെ കാണിച്ചത്. ദെൻ അങ്ങനെ സെർസിയുടെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകുന്ന വഴിക്ക് ഇവർ മറ്റേ സൈറൻസിനെ കണ്ടുപിട്ടുന്നുണ്ട്, മറ്റേ പാട്ട് പാടി അങ്ങോട്ടേക്ക് പോകും. സോ അവിടെയും ഈ കാണണം ഒഡീസിയസിൻ്റെ അഹങ്കാരമാണ്, പക്ക അഹങ്കാരമാണ്. കാരണം ഈ ലോകത്ത് ഇതുവരെ ആരും സൈറൻസിൻ്റെ പാട്ട് കേട്ട് രക്ഷപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അവൻ്റെ ഒഡീസീസിൻ്റെ ക്രൂവിലുള്ള ബാക്കി എല്ലാവരുടെയും ചെവിയിൽ മറ്റേ ഇയർ വാക്സ് വെച്ച് ഇവർ പോകുന്ന വഴിക്ക് എനിക്ക് മാത്രം കേൾക്കണം, എനിക്ക് ഈ ലോകത്ത് ആ പാട്ട് കേട്ടിട്ടുള്ള ഒരു ആദ്യത്തെ ആൾ ഞാനായിരിക്കണം എന്നുള്ളൊരു അഹന്ത കാരണമാണ് ആ ഒരു ബോട്ടിൽ എന്നെ കെട്ടിയിടണം എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നത്. അപ്പോൾ ആ സമയത്ത് എൻ്റയർലി നമുക്ക് ആ ഒരു വിഷൻ, ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ നമ്മുടെ യൂറിലോക്കസിലേക്ക് മാറ്റുന്നുണ്ട്. നമ്മുടെ ഒഡീസിയസിൻ്റെ സെക്കൻഡ് ഇൻ കമാൻഡ്. ഒഡീസിയസ് എന്താണ് കേട്ടത് നമുക്ക് കാണിക്കുന്നില്ല. ഈ സൈറൻസിന് ഒരു ശാപന്തമുള്ളതെന്ന് വെച്ചാൽ ഇവരുടെ ഈ പാട്ട് കേട്ടിട്ട് ആരെങ്കിലും അങ്ങോട്ട് വന്നിട്ടില്ലെങ്കിൽ അവരപ്പോഴേ മരിക്കും. അങ്ങനൊരു പ്രശ്നമുണ്ട്. ആ സ്ഥലത്ത് കൂടെ പോയ എല്ലാവരും ഇവരുടെ പാട്ട് കേട്ട് അങ്ങോട്ടേക്ക് അട്രാക്റ്റ് ആവും.
അവിടെ പോയിട്ട് അവർ കിടക്കും. ആക്ച്വലി അവരിയ്ക്കുന്നത് ഒരു മലയല്ല, ഒരു പാറയല്ല, അതൊരു ഐലൻഡാണ്. വെള്ളത്തിന് നടുക്ക്, കടലിൻ്റെ നടുക്ക് അങ്ങനെ ഒരു ഐലൻഡ് പൊങ്ങി വരാനേ കാരണം ഇങ്ങനെ വന്നു കൂടിയിട്ടുള്ള ആൾക്കാരുടെ ഡെഡ് ബോഡിയാണ് എന്ന് കൂടി പറയപ്പെടുന്നുണ്ട്. അതായത് ഇങ്ങനെ വന്നു കൂടിയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ അവരുടെ അസ്ഥികൂടം ഇങ്ങനെ കൂടിയിട്ടാണ് അതിൻ്റെ മുകളിലാണ് ഇവർ ഇരിക്കുന്നുള്ള സെറ്റപ്പ്. കാരണം അത്രയധികം ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. ഈവൻ ഒഡീസീസിൻ്റെ ബോട്ടിലുള്ള ഒരാളടക്കം അങ്ങോട്ടേക്ക് ചാടി പോകുന്നുണ്ട്. സോ ഈ പാട്ട് കേട്ടിട്ട് ആദ്യമായിട്ടാണ് ഒരാൾ ഒഡീസിയസ് മാത്രമാണ് രക്ഷപ്പെടുന്നത്. ഒഡീസിയസ് എന്താണ് കേട്ടിട്ടുള്ളത് എന്നുള്ളത് ലോകത്ത് വേറെ ആർക്കും അറിയില്ല. കാരണം ആ ഒരു പാട്ട് ലോകത്ത് വേറെ ആരും കേട്ടിട്ടില്ല. അതുകൊണ്ടാണ് കംപ്ലീറ്റ്ലി ആ ഒരു സമയത്ത് ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂവിനോളം മാറ്റിയിട്ട് നമുക്ക് യൂറോലോക്കസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂടെ നമുക്ക് കേട്ടത്. ലോകത്താരും കേട്ടിട്ടില്ലെങ്കിൽ നമുക്കും കേൾക്കാൻ പറ്റില്ല. പിന്നെ ആ പാട്ട് നമുക്ക് കേൾപ്പിച്ച് തരേണ്ട ആവശ്യമില്ല. അത് ഒഡീസിയസ് മാത്രമേ കേട്ടിട്ടുള്ളൂ. അപ്പോൾ ഈ ക്യാരക്ടർ നോക്കുന്ന സമയത്ത് ഈ ഒഡീസീസിൻ്റെ മുഖത്തുള്ള അല്ലെങ്കിൽ ഒഡീസീസ് കാണിച്ചു കൂട്ടുന്ന ആ ഒരു അഹങ്കാരം നമുക്ക് അവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. കാരണം അത്രയ്ക്ക് കിട്ടിയിട്ടും ആ ഒരു ക്യാരക്ടറിന് അഹങ്കാരം അവിടെ വിട്ടിട്ടില്ല. ഇത് ഇപ്പോഴും ഗ്രേറ്റസ്റ്റ് വാരിയർ ഞാനാണ്, ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടിയ ആൾ ഞാനായിരിക്കണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ. ഇത് ഫസ്റ്റായിട്ട് കേൾക്കുന്ന ഒരാൾ ഞാനായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഈവൺ ഓപ്പൺഹൈമർ എന്നൊരു പടത്തിൽ ആ ഒരു ക്യാരക്ടറിന് ഇതേപോലെ ഒരു ചെറിയ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. ഇതേ സാധനമാണ് ഇവിടെ മൂപ്പര് ചെയ്തിട്ടുള്ളത്. ഇത് കഴിഞ്ഞ് ഇവർ നേരെ മറ്റേ ആ ഒരു നരകത്തിലേക്ക് പോകുന്നുണ്ട്, ഹെല്ലിലേക്ക്. അവിടെ വെച്ചാണ് മറ്റേ അഗമന്നോനും ആക്ച്വലി ബുക്കിലനുസരിച്ച് അക്കിലീസിനെ കാണുന്നു, ദെൻ ഈ ഒഡീസീസിൻ്റെ അമ്മയൊക്കെ കാണുന്ന സീക്വൻസുകളൊക്കെ ഉണ്ട്. അവിടെ വെച്ചാണ് ആക്ച്വലി ഈ ഒരു ക്യാരക്ടർ കുറേ കാര്യങ്ങളൊക്കെ റിയലൈസ് ചെയ്തെടുക്കുക. ഇപ്പോൾ എത്രയൊക്കെ വലിയ യുദ്ധം കഴിഞ്ഞ് പോയ ആളാണെന്ന് പറഞ്ഞാലും അഗമമ്നോൻ്റെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. അഗമമ്നോനെ സ്വന്തം ഭാര്യ അടക്കം അവിടെ നിന്ന് കൊല്ലുന്നുണ്ടായി. കാരണം ഇവർ ഈ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് യുദ്ധം ജയിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് പോകുന്ന വഴി മറ്റേ കാലാവസ്ഥക്ക് അനുകൂലമാവാൻ വേണ്ടിയിട്ട് സ്വന്തം മകളെ ഈ ക്യാരക്ടർ ബലി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരു സീക്വൻസ് പോലെ കാണിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ് നമ്മുടെ ഈ ഇൻഫിനിറ്റി സ്റ്റോൺ കിട്ടാൻ വേണ്ടിയിട്ട് താനോസ് നമ്മുടെ ഗമോറനെ കൊന്നത്, അതേ സെറ്റപ്പ് തന്നെ. സോ അതിന് പ്രതികാരമായിട്ടാണ് ഇത്രയും വർഷം കാത്തിരുന്ന് ഈ ക്യാരക്ടർ തിരിച്ചു വന്നപ്പോൾ എല്ലാവരും വലിയ കാര്യത്തിൽ സ്വീകരിച്ചു. പക്ഷേ വർഷങ്ങളായിട്ട് അവർക്ക് ആ വെഞ്ചൻസ് ഉള്ളിലുണ്ട്. ഒരു വന്നു കഴിഞ്ഞാൽ ചാമ്പടം എന്നായിരുന്നു കൊന്ന്. സോ ഈ ഒരു കാര്യം നിനക്ക് ഉണ്ടാവണ്ട, നിനക്കും ചാമ്പല കിട്ടും, പണി കിട്ടും, നോക്കിയും കണ്ടും പൊക്കോ എന്ന് പറഞ്ഞ് അഗമന്നോൻ പറഞ്ഞതിന് ശേഷമാണ് ഈ ഒരു ക്യാരക്ടർ തിരിച്ച് നാട്ടിലെത്തിയിട്ട് ഡയറക്റ്റായിട്ട് ഞാനാണ്ടാ ഒഡീസീസ് ഇപ്പോൾ തീർത്ത് തരാം എല്ലാവരെയും എന്ന് പറഞ്ഞ് പോകാത്തത്. ഈ ഒരു രീതിക്ക് ഒരു ബെഗറിൻ്റെ വേഷത്തിൽ ഒരു പിച്ചക്കാരൻ്റെ വേഷത്തിൽ കയറിപ്പോയതും ആ സീക്വൻസുകളൊക്കെ നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് ഈ ചങ്ങായി നേരെ എത്തിയത് കലിപ്സോഡ് ഐലൻഡിലേക്കാണ്. അത് പോകുന്ന വഴിക്ക് ഈ ഇടയ്ക്ക് ഇവർ ഈ ഹീലിയോസിൻ്റെ അവർ ഐലൻഡിൽ പോയി അവിടെയുള്ള പശുക്കളെ തിന്ന പ്രശ്നമെന്ന് പറഞ്ഞു. അവർ തിന്ന് ആ ആൾക്കാർ മുഴുവൻ അത് കഴിച്ചവർ ഫുള്ള് മരിച്ചു. സോ അവർ മരിക്കുന്ന സീക്വൻസുകളൊക്കെ അവർ ബോട്ടിങ്ങിൽ സ്പ്ലിറ്റ് ആവുന്ന സീക്വൻസ് ഉണ്ടല്ലോ. സോ ഈ പൊസൈഡോൺ കാരണമല്ല, അത് ആക്ച്വലി ബുക്ക് അനുസരിച്ച് സ്യൂസിൻ്റെ ഈ ലൈറ്റ്നിങ് ബോൾട്ട് ഉണ്ടല്ലോ, സൈക്ലോപ്സ് ഉണ്ടാക്കി വിട്ട മറ്റേ തണ്ടർ ബോൾട്ട്, അത് ആക്ച്വലി ഈ ഹീലിയോസ് പോയിട്ട് സ്യൂസിനോട് പോയി പറയും എൻ്റെ പശുക്കളെ മുഴുവൻ കഴിച്ചു, ഞാൻ നാളെ ഉദിക്കില്ല എന്ന് പറയും. അത് ഭൂമിയിൽ സൂര്യൻ ഉദിക്കില്ല എന്ന്. അപ്പോൾ അത് കേട്ട് പേടിച്ചിട്ട് അയ്യോ അങ്ങനെയൊന്നും പറയരുത്, ഇത് പണിയാവും, സൂര്യൻ ഉദിച്ചാൽ സീനാവുമല്ലോ, ഞാൻ പണി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് സ്യൂസ് പോയിട്ട് ഈ ലൈറ്റ്നിങ് ബോൾട്ട് എടുത്ത് കൊന്ന് എല്ലാവരും അങ്ങോട്ട് തീർക്കാൻ നോക്കുന്നത്. പക്ഷേ ഒഡീസീസ് മാത്രം മരിക്കില്ല. അവർ ബോട്ട് സ്പ്ലിറ്റായി പോകുന്ന സീക്വൻസ് ഉണ്ടല്ലോ, അവിടെ ആക്ച്വലി ഈ ഒരു ക്യാരക്ടറിൻ്റെ കാഴ്ചപ്പാട് നമുക്ക് കാണിക്കുന്നുണ്ട്. പോയിന്റ് ഓഫ് വ്യൂയുടെ ദേ ആർ സെപ്പറേറ്റഡ്, കഴിഞ്ഞു, പരിപാടി തീർന്നു. ഇത്രയും കാലം മൂപ്പർക്ക് കൂടെ ഉണ്ടായിരുന്ന ട്രോജൻ യുദ്ധം ജയിക്കാൻ മൂപ്പരെ സഹായിച്ച മൂപ്പരുടെ കൂടെ ഉണ്ടായിരുന്ന ആകെ നാട് എന്ന് പറയാൻ മൂപ്പർക്ക് കൂടെ ഉണ്ടായിരുന്നവരടക്കം തീർന്നു. ഈ മൂപ്പർ ഒറ്റയ്ക്കാണ്. അത് കഴിഞ്ഞിട്ടാണ് നേരെ കലിപ്സോണിൻ്റെ ഐലൻഡിലെത്തി ഈ 7 വർഷം മൂപ്പരോടെ ട്രാപ്പായി നിന്ന് മെല്ലെ ഈ ഓരോ കാര്യം ആക്ച്വലി കലിപ്സോ കാരണം തന്നെ ഈ ഒരു ക്യാരക്ടർ കാരണം തന്നെ മൂപ്പർ ഈ കാര്യങ്ങൾ ഓരോന്ന് മനസ്സിലാക്കി എടുക്കുമ്പോഴാണ് ഈ ക്യാരക്ടർ കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ആവുന്നത് നമുക്ക് കാണിച്ചു തന്നത്. സോ ഇത്രയും കാലം ചെയ്ത് കൂട്ടിയത് മുഴുവൻ ശരിയായിരുന്നില്ല. ആ ഒരു ഗിൽട്ട് ശരിയല്ല, ആ ഒരു ഗിൽട്ട് തെറ്റാണെന്ന് പറഞ്ഞിട്ട് എല്ലാ ആ ഭാരം ഏറ്റിട്ടാണ് മൂപ്പർ തിരിച്ച് നാട്ടിലേക്ക് വരുന്നത്. ടെലിമാക്കസിനെ കാണുന്നു, അവിടെ വെച്ച് ഈ സ്യൂട്ടേഴ്സിനെ ഫുള്ള് കൊല്ലുന്ന സീക്വൻസുകൾ കാണിക്കുന്നു. അവിടെ കൊല്ലുന്ന സമയത്തടക്കം ഈ ടെലിമാക്കസിനെ കൊണ്ട് തൊടിയിപ്പിക്കുന്നില്ല, നീ ഒരൊറ്റ ആളെ കൊല്ലരുത്. ആകെ ടെലിമാക്കസ് ഒരു ഇൻ്റർഫിയറൻസ് ചെയ്യുന്നത് ആ ഒരു ഫ്ലോറിൽ പോലും അല്ല. ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരാൾ മേലെ എല്ലാം വെപ്പൺസും കൊണ്ട് ലോക്ക് ചെയ്തു. സോ മേലത്തെ ഫ്ലോറിൽ പോയിട്ടാണ് അവനായിട്ട് ഒരു ഫൈറ്റ് നടത്തുന്നത് നമ്മുടെ ടെലിമാക്കസ്. താഴെ മൂപ്പർ തൊടുന്നത് പോലെ കാര്യമില്ല. കാരണം എനിക്കുണ്ടായ അനുഭവം എൻ്റെ മകൻ ഉണ്ടാവണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ക്യാരക്ടർ കംപ്ലീറ്റ്ലി ചെയ്യുന്നത്. കാരണം ആ ഒരു വാറ് കാരണം എത്ര ഡെവിസ്റ്റേറ്റഡ് ആയിപ്പോയി, എത്രയധികം ഗിൽട്ട് ആ ഒരു ക്യാരക്ടറിനുണ്ട് എന്നുള്ള ആ ഒരു ജേണി കഴിഞ്ഞു വന്ന് നാട്ടിലേക്ക് എത്തിയിട്ട് ഇതേ അവസ്ഥ, ഇതേ പ്രശ്നം ഇനിയിപ്പോൾ മകനായ ടെലിമാക്കസും അനുഭവിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു ക്യാരക്ടർ മൂപ്പരെ, അതായത് നമ്മുടെ ടോം ഹോളണ്ടിൻ്റെ ക്യാരക്ടറിനൊന്നും ഇൻ്റർഫിയർ ചെയ്യാതെ ആൾ തന്നെ അവർ മുഴുവനായിട്ട് കൊല്ലുന്നത്. ആക്ച്വലി ആ സമയത്തൊക്കെ മിത്തോളജി അനുസരിച്ച് ഗോഡ്സ് ഭയങ്കര അധികം ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് അധീന ദേവിയൊക്കെ ഇടയ്ക്ക് വരുന്ന നമ്മുടെ സെൻഡയുടെ ക്യാരക്ടറൊക്കെ വന്ന് എപ്പോഴൊക്കെ ഒഡീസിയസിന് ഒരു അമ്പ് കൊള്ളാൻ നിൽക്കുന്നുണ്ട് അതൊക്കെ ഡിഫ്ലക്റ്റ് ചെയ്ത് വിടും. അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ അതൊന്നുമില്ല, ഭയങ്കര ഹ്യൂമനായിട്ട്. പക്ഷേ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മറ്റേ തണ്ടർ വരുന്ന സീക്വൻസുകളും മറ്റേ ലൈറ്റ്നിങ് വരുന്ന സീക്വൻസുകളൊക്കെ ഈ സിനിമയിൽ ത്രൂ ഔട്ട് ഉണ്ട്. ഇപ്പോൾ പൊസൈഡോൺ ഡയറക്റ്റായിട്ട്, പൊസൈഡൻ എന്ന് പറഞ്ഞാൽ കടലിലെ ദൈവമാണെന്ന് പറഞ്ഞ് ഇത് ഡയറക്റ്റായിട്ട് കയറി വന്ന് മറ്റേ ട്രൈഡൻറ്റ് വെച്ച് എല്ലാവരും കുത്തിക്കൊല്ലുന്ന സീക്വൻസ് നമുക്ക് കാണിക്കുന്നില്ല.
കടലിളകുന്നതായിട്ട് കാണിക്കുന്നുള്ളൂ. സോ ഇപ്പോൾ നമ്മളിപ്പോൾ തന്നെ ഇപ്പോൾ ഈ ലൈറ്റ്നിങ് വരുന്നത് ആക്ച്വലി ഇത് സ്യൂസിനാണ് കേന്ദ്രീകരിക്കുന്നത്, സുന്ദരിയാണ് കാണിക്കുന്നത്. ഇതിൻ്റെ തണ്ടറും ലൈറ്റ്നിങ് വരുന്ന സമയത്ത് സ്യൂസ് ഉണ്ട്, സ്യൂസിൻ്റെ പ്രസൻസ് അവിടെയുണ്ട്, അദീനാദേവി അവിടെയുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രസൻസ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മളിപ്പോൾ പറയില്ലേ, ഒരു സാധനം ഇപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ പ്രസൻസ് ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആക്ച്വലി കാണുന്നില്ല, കണ്ടിട്ടില്ല. അതേ സെറ്റപ്പ് തന്നെയാണിത്. ഡയറക്റ്റായിട്ട് ദൈവം വന്ന് കാണിക്കാതെ ഇപ്പോൾ ഒരാളോട് പറയുന്ന സമയത്ത് ഭയങ്കരധികം ഹ്യൂമനായിട്ട് അവിടെ അവരുടെ പ്രസൻസ് ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു സെറ്റപ്പാണ് വിഷ്വലിയും ഒഡിബിളിയും നമുക്ക് കാണിച്ചു തന്നത് ആ ഒരു സീക്വൻസിലൂടെ നോളം ഫുള്ളായിട്ട്. പിന്നെ അതേ സമയത്ത് അവിടെയുള്ള പെനലോപ്പി ആണെങ്കിലോ, ഈ പെനലോപ്പി ഇത്രയും കാലം ഇവർ ഫുള്ളായിട്ട് കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം പെനലോപ്പിക്ക് പണ്ടേ കയ്യിൽ നിന്ന് പോകുമായിരുന്നു. ഈ സ്യൂട്ടേഴ്സിന് ആരെങ്കിലും ഉള്ള ആൾ കെട്ടണം, അത് കഴിഞ്ഞു, ഇത്താക്ക് കയ്യിൽ നിന്ന് പോകുന്നുള്ള സെറ്റപ്പ് ഉണ്ടെങ്കിൽ ആ ഒരു ക്യാരക്ടർ പവർ ഹോൾഡ് ചെയ്ത് വിധമൊക്കെ നല്ല വെടിപ്പായിട്ട് ഈ ഒരു പടത്തിൽ കാണിക്കുന്നുണ്ട്. ഈവൻ സിമ്പിളായിട്ട് ആ ഒരു മറയുണ്ടല്ലോ, മറ്റേ ഇവർ സ്റ്റിച്ച് ചെയ്യുന്നൊരു സാധനമല്ല പറഞ്ഞത്, ഒരു മറ, മറ്റേ നമ്മുടെ ഈ ജപ്പാനീസ് പടങ്ങളിലൊക്കെ കണ്ടിട്ടില്ല, ഇവരുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ഒരു ഷെയ്ഡ് ഉണ്ടാവും, അത് തുറന്നിട്ട് വേണം ഉള്ളിലേക്ക് കയറണം, റൂം തമ്മിലുള്ള സെപ്പറേഷൻ. ആ ഒരു സാധനം വെച്ചിട്ട് തന്നെ അതിൽ നിൽക്കുന്നുണ്ട് ഈ ഒരു ക്യാരക്ടറിൻ്റെ വ്യത്യാസം. ആ ഒരു ക്യാരക്ടർ ഒരു ക്യൂനാണ് അവിടുത്തെ. സോ ആൾക്കാർക്ക് പെട്ടെന്ന് അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റില്ല. സോ ആ ഒരു വാള്, ആ ഒരു ചെറിയ മറ എപ്പോഴും ആ ഒരു ക്യാരക്ടർ നിലനിർത്തിയിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ്, ആ ഒരു പവർ വെച്ചിട്ടാണ് ഒരു ക്യാരക്ടർ ഇത്രയും കാലം പിടിച്ചു നിന്നത്. പക്ഷേ സ്റ്റിൽ ആ ഒരു മടുത്ത് ആ ക്യാരക്ടറിന് തീർന്നുള്ള സമയത്താണ് അവസാനം നമ്മുടെ ഒഡീസീസ് വരുന്നു, എല്ലാവരും കൊല്ലുന്നു. സോ ഇങ്ങനെ പല ക്യാരക്ടേഴ്സിന് വെച്ച് ആ ഒരു പവർ സ്ട്രഗിൾസും അവർ ഓരോ ക്യാരക്ടേഴ്സ് അനുഭവിച്ചിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഒഡീസീസ് എന്ന ക്യാരക്ടറിൻ്റെ ആ ഒരു ക്യാരക്ടർ ആർക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നൊരു ജേണിയാണ്. എല്ലാം കഴിഞ്ഞ് ഈ മകനായ ടെലിമാക്കസിന് കിങ്ഡോം കൊടുത്ത് അവനവിടെ രാജാവാക്കി നിർത്തിയിട്ട് ഇത്രയും കാലം ചെയ്ത് കൂട്ടിയതിന് മുഴുവൻ ഒരു പ്രായച്ചിത്തം എന്നോണം ഈ ക്യാരക്ടർ എക്സൈലിലേക്ക് പോവാണ്. ഹീസ് ഗോൺ. ഭാര്യനെ കൂട്ടി പോയി. ഈവൻ നമ്മുടെ ആ ഒരു നരകത്തിലേക്ക് പോകുന്ന സമയത്തൊക്കെ കാണിക്കുന്നതായിരുന്നു. മൂപ്പരുടെ കൂടെ ഇപ്പോൾ സിനോൺ എന്നുള്ള ക്യാരക്ടറും ആ ഒരു ക്യാരക്ടറിനൊക്കെ മൂപ്പര് ആക്ച്വലി ചതിച്ചതാണ്. ഇത്രയും ഗിൽട്ട് ഉണ്ട് ഈ പറഞ്ഞ പോലെ ഈ ക്യാരക്ടറിന്. പിന്നെ ഈ കുഴിച്ചിടാത്തവരുടെ അവരുടെ ഗ്രീക്ക് മിത്തോളജി അനുസരിച്ച് ഈ മരിച്ചു കഴിഞ്ഞാൽ അവരെ കുഴിച്ചിടണം. സോ അങ്ങനെ കുഴിച്ചിടാത്ത ക്യാരക്ടേഴ്സൊക്കെ തന്നെ ഈ അവിടെ മറ്റേ ഈ നമ്മൾ പറയില്ലേ മോക്ഷം കിട്ടാതെ കിടക്കുന്ന ആ രീതിക്കുള്ള സെറ്റപ്പാണ്. സോ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ എക്സൈലായിട്ട് മൂപ്പര് ചങ്ങായി പോകുന്നത്. സോ ആ ക്യാരക്ടർ എവിടെ തുടങ്ങി, എങ്ങനെയായിരുന്നു, എത്ര അഹങ്കാരം അഹന്തി ഉണ്ടായിരുന്നു ഒരു ക്യാരക്ടറിന്, അവസാനം ആ ഒരു ക്യാരക്ടർ എവിടേക്ക് കൊണ്ട് എത്തിച്ചു എന്ന് പറഞ്ഞാൽ ആ ഒരു പോയിന്റിൽ നിർത്തി കഴിഞ്ഞിട്ട് ഈ ഒരു പടം തീരുമ്പോൾ റേദർ ദാൻ എ വിഷ്വൽ സ്പെക്ടക്കിൾ ആസ് എ ക്യാരക്ടർ ഡ്രിവൺ ഡ്രാമ, ദിസ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് അഡാപ്റ്റേഷൻ ഓഫ് ഹോമോസ് ഒഡീസി. കാരണം കിടില സാധനമാണ്. ഇങ്ങനെ ഈ രീതിക്ക് ഒരു ക്യാരക്ടർ ഡ്രിവൺ ആയിട്ട് ആ ഒരു പടത്തിനെ കണ്ടാൽ ഈ ഒരു നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു വിഷ്വൽ സ്പെക്ടക്കിൾ എന്നതിലുപരിയായിട്ട് ഇപ്പോൾ ചിലവർക്ക് ഈ മോൺസ്റ്റർ വന്ന സീക്വൻസുകളൊക്കെ പോരാമെന്ന് തോന്നിയിട്ടുണ്ടാവും, സൈക്ലോപ്സിൻ്റെ സീന് പോരാമെന്ന് തോന്നിയിട്ടുണ്ടാവും, കുറേ കൂടി അഡ്വഞ്ചർ വേണമെന്ന് തോന്നിയിട്ടുണ്ടാവും, കുറേ കൂടി ആക്ഷൻ വേണമെന്ന് തോന്നിയിട്ടുണ്ടാവും. പക്ഷേ ഇതല്ല മൂപ്പര് ഉദ്ദേശിച്ചിട്ടുള്ളത്. മൂപ്പര് ഈ സൈക്കോളജിക്കലി ഈ ഒരു ക്യാരക്ടർ എന്തായിരുന്നു, ഈ ഒരു ക്യാരക്ടർ എന്തൊക്കെ ട്രാൻസ്ഫോം ആയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു കംപ്ലീറ്റ്ലി മെയിനായിട്ട് ഉദ്ദേശിച്ച്. നോളൻ്റെ എല്ലാ പടങ്ങളും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഈ പടത്തിൻ്റെ മെയിൻ കോർ തീം എന്ന് പറഞ്ഞാൽ ഈ പെനലോപ്പിയെ കാണണം, തിരിച്ച് നാട്ടിലേക്ക് എത്തണം. അതാണ് ഈ ക്യാരക്ടറിൻ്റെ മെയിൻ ഉദ്ദേശം. അതിലേക്ക് വരുന്ന വഴി ഒരു ക്യാരക്ടർ ഡയറക്റ്റായിട്ട് ഒരു പക്ഷേ വന്നിരുന്നെങ്കിൽ അഗമനോൺ എന്താണ് സംഭവിച്ചത് അത് തന്നെയാണ് ഈ ഒരു ക്യാരക്ടറിന് പറ്റുക. അവരെല്ലാം കൊന്നിട്ടുണ്ടാവും. ഈ വലിയ ഞാനാണ് ഒഡീസിയസ്, ഞാനിപ്പോൾ നാട്ടിലേക്ക് വന്ന് ഞാൻ യുദ്ധം ജയിച്ചെന്ന് വന്ന ഈ ക്യാരക്ടർ സ്പോട്ടിൽ തീർന്നിട്ടുണ്ടാവും. പക്ഷെ അങ്ങനല്ലാതെ ഈ ജേണി എല്ലാം കംപ്ലീറ്റ് ആയിട്ട് വന്നപ്പോൾ ഹീ ജസ്റ്റ് സേവ്ഡ് ഇത്താക്ക ആൻഡ് ഹീ ജസ്റ്റ് സേവ്ഡ് ഹിംസെൽഫ്. ഇതേപോലെ തന്നെ ഇവൻ നമ്മുടെ ഇൻട്രസ്റ്റെല്ലർ നോക്കിയാലോ നമുക്ക് അതിലറിയാം ആ ഒരു ക്യാരക്ടർ എന്തുകൊണ്ടാണ് പുറത്തേക്ക് പോയത്, ഇൻട്രസ്റ്റെല്ലർ ട്രാവൽ ഫുൾ എന്തിനാണ് നടത്തിയത്, മോൾക്ക് വേണ്ടിയിട്ടാണ്. മിഷൻ എങ്ങനെയെങ്കിലും തീർക്കുക എന്നുള്ളത് മൂപ്പരുടെ അതുകൊണ്ടാണ് മൂപ്പരുടെ മെയിൻ ആവശ്യം. അങ്ങനെ ഓരോ ക്യാരക്ടേഴ്സിനും ഓരോ ഡ്രൈവ് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇൻസെപ്ഷൻ എടുത്ത ആ ഒരു ക്യാരക്ടറിന് ഉണ്ടാകുന്ന ട്രോമ, ഭാര്യയായിട്ടുള്ള ട്രോമ, അങ്ങനത്തെ ഇമോഷൻസിൽ ബേസ് ചെയ്തിട്ട് തന്നെയാണ് നോളൻ എല്ലാ പടങ്ങളും എടുത്തിട്ടുള്ളത്. നമ്മൾ ഈ പുറമേ കാണുന്ന ആ ഒരു വിഷ്വൽ സ്പെക്ടക്കിൾ മാറ്റി വെച്ചാൽ എല്ലാത്തിനും കോർ തീം ആക്ച്വലി ഓൾമോസ്റ്റ് സിമിലർ ആണ് നോളൻ്റെ എല്ലാ പടത്തിലും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെയല്ല ഈ പടത്തിനെ അപ്രോച്ച് ചെയ്തിട്ടുള്ളതെങ്കിൽ, അതായത് ഈ പറഞ്ഞ പോലെ വല്ല ക്ലാഷ് ഓഫ് ടൈറ്റൻസ് പോലുള്ള ക്ലാഷ് ഓഫ് ടൈറ്റൻസ് ഒക്കെ എനിക്ക് ഭയങ്കര പേഴ്സണലി ഭയങ്കര അധികം ഇഷ്ടപ്പെട്ട പടങ്ങളാണ്. കാരണം അതങ്ങനെയാണ്. ആ ഒരു രീതിയിലുള്ള ഒരു കൊമേഴ്ഷ്യൽ ഫാൻറ്റസി എലമെൻറ്റ്സ് ഒക്കെ വെച്ച് ഭയങ്കര പ്രോപ്പർ ഒരു അഡ്വഞ്ചർ, ആ ഒരു രീതിയിലുള്ള ഭയങ്കര കണ്ണൻ ചിപ്പിക്കുന്ന കുറേ കാഴ്ചകളുള്ള സീക്വൻസുകളുള്ള പടങ്ങളാണ്. പക്ഷേ അങ്ങനെയല്ല നോളൻ എടുക്കാറ്. നോളൻ്റെ കാഴ്ചപ്പാട് തന്നെ ഇങ്ങനെയാണ്. സോ ഈ പടം ഇനി ഒരു വട്ടം കൂടി ഒരു പക്ഷേ ഇങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുത്താൽ എന്തിനായിരുന്നു ഈ ഒരു പടം മുഴുവനായിട്ട്, അതായത് ഈ പടത്തിൻ്റെ കോർ തീം എന്താണെന്ന് നമ്മൾ ഫസ്റ്റ് സീനിൽ തന്നെ നമുക്ക് കാണിക്കേണ്ട ആ ഒരു ക്യാരക്ടർ ഗുണമാണ്. അങ്ങനെ രീതിക്ക് മനസ്സിലാക്കിയെടുത്താൽ കുറേ കൂടി ഇതിൻ്റെ ആസ്വാദനം മാറും എന്നാണ് എൻ്റെ ഒരു തോന്നൽ. സോ ഈ പടം കണ്ട് ഇഷ്ടപ്പെടാത്തവർ
ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു വട്ടം കൂടി കണ്ടു നോക്കുക. ഞാൻ ഫോഴ്സ് ചെയ്യിപ്പിക്കുകയല്ല. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു പക്ഷേ ഈ രീതിക്ക് ഇതിൻ്റെ ടേക്ക് മാറി നിങ്ങൾക്ക് ഇതിൻ്റെ പേഴ്സ്പെക്റ്റീവ് തന്നെ കംപ്ലീറ്റ്ലി എൻറ്റയർലി മാറും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ ഞാനിതിൽ എന്തെങ്കിലുമൊക്കെ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും പടം കണ്ടവരുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഞാൻ എവിടെ കണ്ടതെന്ന് കുറേ പേരൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു, ഞാൻ ബ്രോഡ്വേ ഐമാക്സിലാണ് കണ്ടത്. അവിടെ ഐമാക്സിന് ഒരു വിഷയം ഒന്നും ഉണ്ടായിരുന്നില്ല. ഐമാക്സിന് കുറേ പ്രശ്നങ്ങളൊക്കെ ആണെന്ന് പറഞ്ഞ് കുറേ പേര് പറയുന്നത് കേട്ടിരുന്നു. പക്ഷേ ഞാനും അത് പ്രതീക്ഷിച്ചിട്ടാണ് കയറിയത്. പക്ഷേ എനിക്ക് പേഴ്സണലി അവിടെ ഒരു പ്രശ്നം തോന്നിയില്ല. ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ഐമാക്സിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലും നിങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിലും താഴെ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.